നമസ്കാരം. ഞാൻ കിരൺ എസ് പിള്ളൈ, കോവളം നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര MLA സ്ഥാനാർത്ഥിയാണ്. എൻ്റെ അജണ്ട പ്രധാനമായിട്ടും ജോലികൾ, പിന്നെ ചെറുകിട ബിസിനസ്സുകൾ എങ്ങനെ നടക്കാമെന്നുള്ളതാണ്. നമ്മളിന്ന് കാണുന്ന ഒരു പ്രവണതയുണ്ട്. കേരളത്തിലെ പല യുവാക്കളും ഇപ്പോൾ നാട് വിടുകയാണ്. ഇവിടെ യുവാക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏത് മണ്ഡലം നോക്കിയാലും ഏത് നഗരം നോക്കിയാലും എല്ലാവരും ഇവിടം വിടാനുള്ള പ്രോഗ്രാമിലാണ്. പക്ഷേ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ജോലികൾ സൃഷ്ടിക്കാൻ സാധിക്കും? കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അനേകം സ്കീമുകൾ നമുക്ക് ഓൺട്രപ്രണർഷിപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്മെന്റ് ആണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും സയൻസിനാണെങ്കിലും ധാരാളമുണ്ട്. പക്ഷെ ഇവ കൃത്യമായി നടത്തണമെങ്കിൽ ഒരു MLA ഇവ മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായ പദ്ധതികൾ ഉപയോഗിച്ച് അവിടുത്തെ നാട്ടുകാരെ ഉപയോഗിച്ച് അവ എക്സിക്യൂട്ട് ചെയ്യണം. അത് ശരിക്കും ഒരു മുഴുനീള ജോലിയാണ്, ഫുൾ ടൈം ജോബ് എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഒരു MLA ഒരു പ്രോജക്ട് മാനേജർ ആവുകയാണ് ആ മണ്ഡലത്തിന് വേണ്ടി. അവിടെ എങ്ങനെ ഫണ്ടുകൾ കൃത്യമായ സ്കീമുകൾ ഉപയോഗിച്ച് കൃത്യമായ പദ്ധതികൾ ഉപയോഗിച്ച് ക്രിയാത്മകമായി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പദ്ധതിയാണ് ഞാൻ കോവളത്തിന് വേണ്ടി കാണുന്നത്. എങ്ങനെ കോവളത്തിൽ അടുത്ത 5 വർഷം കൊണ്ട് ഒരു 2000-ഓ 3000-ഓ അല്ലെങ്കിൽ 10,000 ജോലികൾ വരെ ഉണ്ടാക്കാം. അതാണ് എൻ്റെ മുന്നിൽ കാണുന്ന പ്രധാനമായ ചലഞ്ച്. കോവളത്ത് നിന്ന് ജോലികളില്ല. ശരിക്കും ജോലികൾ എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യബന്ധനവും പഴയ പരമ്പരാഗതമായിട്ടുള്ള ജോലികളേ ഉള്ളൂ. അവിടെ നൂതനമായിട്ടുള്ള ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ എങ്ങനെ തുടങ്ങാൻ പറ്റും? ഇത് എൻ്റെ ഒരു പ്രധാന അജണ്ടയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോവളം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയും ഇവിടെ വികസനം എന്ന് പറയുന്ന ആ സ്വപ്നം സാക്ഷാത്കാരമാവുകയും ചെയ്യും. നമസ്കാരം.